ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 56:3. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. മനുഷ്യൻ്റെ ഒന്നാമത്തെ ശത്രുവാണ് ഭയം. ഭയത്തിനുള്ള പ്രതിവിധി ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ശരീരത്തെ ബാധിക്കുന്ന രോഗം സംബന്ധിച്ച് ഭയം കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. പാപത്തെ സംബന്ധിച്ചുള്ള ഭയം മനുഷ്യനിൽ ഉണ്ടാകുന്നുണ്ട്. ഭൂതകാലത്ത് ചെയ്തു പോയ പാപവും തൽഫലമായി വരുവാൻ പോകുന്ന ന്യായവിധിയും മനുഷ്യനിൽ ഭീതി ഉളവാക്കും എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണാം. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പാപമോചനത്തിന് പരിഹാരം ലഭിക്കുമ്പോൾ മനുഷ്യൻ്റെ ആ ഭയം മാറുവാനിടയാകിത്തീരും. വാർദ്ധക്യത്തിലെ ഭയം, വാർദ്ധക്യത്തിൽ ബലം ക്ഷയിക്കും, മറ്റുള്ളവർക്ക് ഞാൻ ഭാരമായി തീരുമോ എന്ന ഭയം മനുഷ്യനെ ഭരിക്കുവാനിടയാകും. കർത്താവ് പത്രോസിനോട് പറയുന്നത്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. മനുഷ്യൻ്റെ ഭയത്തിന് മറ്റൊരു കാരണം ഏകാന്തതയാണ്. പ്രായം ചെന്ന ചിലരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ അവർ ഇന്നലകളിൽ നേടിയിട്ടുള്ളവരാണെങ്കിലും ഇസ്രായേലിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ദൈവം തിരഞ്ഞെടുത്ത മോശ നായകനായി തീർന്നത് തൻ്റെ 90-ാം വയസ്സിലാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ വാർദ്ധക്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി പോകുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. മരണത്തെക്കുറിച്ചുള്ളൊരു ഭയം, ഇത് സാത്താൻ്റെ കയ്യിലെ ഒരു ആയുധമാണ്. ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച യാഗത്തിലൂടെ വിശ്വാസത്താൽ മരണഭീതി മാറിപ്പോകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ മരണം നീങ്ങുകയും സുവിശേഷം കൊണ്ട് ജീവനും നമ്മളിൽ വെളിപ്പെടുകയും ചെയ്യുന്നു എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ക്രിസ്തു, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്ന് പൗലോസ് പറയുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ നമ്മൾ ഭാവി സംബന്ധമായ ഭയം നമുക്ക് പലരിലും കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 27:24 പൗലോസ് ഭയപ്പെടരുത് എന്ന് പൗലോസിനോട് പറയുന്നു. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ എന്ന് പൗലോസ് പറയുന്നു. ഭയപ്പാട് മാറി ദൈവത്തിൽ ആശ്രയിച്ച പൗലോസിന് മറ്റുള്ളവരെ അവരുടെ ഭയത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന വാക്കുകൾ പറയുവാൻ കഴിയും. കാരണം ദൈവം തൻ്റെ അടുക്കൽ വന്ന് പൗലോസെ ഭയപ്പെടരുത് ധൈര്യപ്പെടുത്തി. ഭയപ്പെടേണ്ട എന്നുള്ളത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. എങ്കിൽ ആ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് പറയാം, ഒരു നാളും ഭയപ്പെട്ടു പോകാതെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ആ കർത്താവിൽ ആശ്രയിക്കാം. അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു നാളും ഭയപ്പെടുകയില്ല. കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം. അതിനായി പ്രഭാതത്തിൽ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.